അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹി മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മൾ ഉറങ്ങാൻ നേരത്ത്, നമ്മൾ ഉറങ്ങി എണീക്കുമ്പോൾ, പിന്നെ വുളൂവിൻ നേരത്ത് ചെയ്യുക മിസ്വാക്ക്. പല്ലിന് വേദന വരികില്ല, പല്ലുകളോ കേടാകില്ല. മുത്തുനബിയുടെ സുന്നത്ത്, കുഞ്ഞേ ചെയ്യുക മിസ്വാക്ക്. നമ്മൾ ഉറങ്ങാൻ നേരത്ത്, നമ്മൾ ഉറങ്ങി എണീക്കുമ്പോൾ, പിന്നെ വുളൂവിൻ നേരത്ത് ചെയ്യുക മിസ്വാക്ക്. പല്ലിന് വേദന വരികില്ല, പല്ലുകളോ കേടാകില്ല. മുത്തുനബിയുടെ സുന്നത്ത്, കുഞ്ഞേ ചെയ്യുക മിസ്വാക്ക്. അൽഹംദുലില്ലാ, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ബ്രഷ് ചെയ്യുന്നതിനെ കുറിച്ചാണ്, പല്ല് തേക്കുന്നതിനെ കുറിച്ച്. ദന്തശുദ്ധീകരണം വേണ്ടുന്നതാണ് കൈവശം മിസ്വാക്ക്, അതുകൊണ്ട് പല്ലിനി തേക്കലും പതിവാക്ക്. നമ്മൾ പാട്ടിൽ പറഞ്ഞതേ, നമ്മൾ ഉറങ്ങാൻ നേരത്ത്, നമ്മൾ ഉറങ്ങി എണീക്കുമ്പോൾ, പിന്നെ വുളൂവിൻ നേരത്ത് ചെയ്യുക മിസ്വാക്ക്. പല്ലിന് വേദന വരികില്ല, പല്ലുകളോ കേടാകില്ല. മുത്തുനബിയുടെ സുന്നത്ത്, കുഞ്ഞേ ചെയ്യുക മിസ്വാക്ക്. നമ്മൾ മുസ്ലിമായ നമ്മളെ സംബന്ധിച്ചിടത്തോളം 5 വഖത്ത് വുളൂ ചെയ്യുമ്പോഴാണ് പല്ല് തേക്കൽ പ്രധാനപ്പെട്ട സുന്നത്ത്. ഒരുപാട് സ്ഥലങ്ങളിൽ സുന്നത്ത് നമുക്ക് എണ്ണി പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ നമുക്കത് പറയണം. അപ്പം നമുക്ക് ഇപ്പം നമ്മൾ പറഞ്ഞു വന്നതെന്ന് പറയുക, ഒരു കുഞ്ഞിനെ പരിശീലിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള പാട്ടാണ് നമ്മൾ പാടിയത്. പ്രത്യേകിച്ച് ഉറങ്ങാൻ നേരത്തും ഉണർന്നെഴുന്നേൽക്കുമ്പോഴും അത് നമ്മൾ ഒഴിവാക്കാത്ത ഒരു കാര്യമാണ്. നിസ്കാരത്തിൻ്റെ ടൈം എല്ലാവരും പല്ല് തേച്ചില്ലെങ്കിലും നമ്മൾ ഉറങ്ങാൻ നേരത്തും ഉണർച്ചയിലും പല്ല് തേക്കണം. അത് വൈദ്യശാസ്ത്രം പറയുന്നത് എന്താണ്? ഉറങ്ങാൻ നേരത്തുള്ളത് അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പല്ല് തേപ്പും, ഉണർന്നു കഴിഞ്ഞാൽ ആ വ്യക്തി ചെയ്യുന്ന പല്ല് തേക്ക് എന്തിനാണെന്ന് വെച്ചാൽ സൗന്ദര്യത്തിന് വേണ്ടിയാണെന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. നമുക്കതല്ല, നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാനൊക്കാത്തൊരു അമലാണ് പല്ല് തേക്കുക എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? പല്ല് തേക്കൽ പതിവാക്കണം. അങ്ങനെ പതിവാക്കിയാൽ കിട്ടുന്ന, അങ്ങനെ പതിവാക്കുമ്പോൾ കിട്ടുന്ന 17 നേട്ടങ്ങളാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന തഅവാ ഉസ്താദിൻ്റെ അൽ മവാഹിബിൽ ജലിയയിലുള്ള 17 കാര്യങ്ങളാണെന്ന് നമ്മൾ ഉണർത്തുന്നത്. അല്ലാഹു തആല മഹാന്റെ ദർജയെ അല്ലാഹു തആല ഉയർത്തുമാറാകട്ടെ. നമ്മുടെ പുസ്തകങ്ങളെല്ലാം പരിചയപ്പെടുത്തുന്നത് ഷെയ്ഖുന തഅവാ ഉസ്താദിൻ്റെ സ്മരണയ്ക്കെന്നുള്ളതാണ്. പാട്ടിലൂടെ നമുക്കൊരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്ന മഹാനാണ്. ആ ഓരോ വരികളും വളരെ പ്രധാനപ്പെട്ടത്, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വെളിച്ചം നൽകുന്ന വരികളാണത്. അപ്പോൾ ഉസ്താദ് പറഞ്ഞതാണ്, വേണ്ടുന്നതാണ് കൈവശം മിസ്വാക്ക്, അതുകൊണ്ട് പല്ല് നീ തേക്കലും പതിവാക്ക്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്രഷ് നമ്മൾ കയ്യിലെടുക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർക്കണം. അതാണ് നാം ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ട സന്ദേശം. ഇത് മുത്തുനബി നമ്മളെ പഠിപ്പിച്ചാണ്. അപ്പോൾ മുത്തുനബിയോടുള്ള സ്നേഹം നമ്മൾ എന്ത് ചെയ്യണം? ഒരു കുട്ടിയിൽ പിഞ്ചു പ്രായത്തിൽ തന്നെ, ആ ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെ നമ്മൾ ഉണർത്തിക്കൊണ്ടിരിക്കണം. ഇത് മുത്തുനബി പറഞ്ഞതാണ്. നമ്മൾ എഴുന്നേറ്റാൽ ഉടനെ അൽഹംദുലില്ലാ പറയണം. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ചതാണ്. ആ കുട്ടിയെ ആദ്യമായി നമ്മൾ വാഷ് ബേസിനൊക്കെ മുൻകൈ എഴുതിക്കണം. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ചതാണ്. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അഴുക്കുകളുണ്ടെങ്കിൽ ആ അഴുക്കുകൾ എടുത്ത് കളയണം. അതാണ് മൂന്നാമത്തെ പ്രവർത്തനം. ആദ്യമേ അൽഹംദുലില്ലാ പറയുന്നു, രണ്ടാമതായി മുൻകൈ ഒഴിപ്പിക്കുന്നു, മൂന്നാമത് കണ്ണിൻ്റെ ഉള്ളിൽ. കാരണം കണ്ണിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അഴുക്കിരുന്നാൽ ഈ നമുക്ക് കാണാനൊക്കത്തില്ല, പക്ഷെ നമ്മളെ അഭിമുഖീകരിക്കുന്നവർ, മുന്നിൽ വരുന്നവരായിരിക്കും നമ്മുടെ കണ്ണിലുള്ള അഴുക്കുകൾ കാണുന്നത്. അപ്പോൾ അതിനൊരു അവസരം നമ്മൾ ഉണ്ടാക്കാതിരിക്കുകയാണ് കണ്ണിൻ്റെ ഉള്ളിലെ അഴുക്കെടുത്തുക. അതായത് പ്രത്യേകിച്ച് ഉറക്കത്തെ എടുത്ത് കളയുക. കണ്ണിങ്ങനെ കഴുകിക്കൊണ്ട് കണ്ണിൽ നിന്ന് ഉറക്കത്തെ എടുത്ത് കളയുമ്പോൾ നമുക്കെന്തായി? ഉന്മേഷമായി വരുന്നു. ഒന്നാമത്തെ ഉന്മേഷം വരുന്നത് അൽഹംദുലില്ലാ എന്ന് പറയുമ്പോഴാണ്. രണ്ടാമത്തേന്ന് പറയുന്നത് എന്താണ്? മുൻകൈ എഴുതുമ്പോഴാണ്. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ കണ്ണിൽ നിന്ന് ആ അഴുക്കുകൾ എടുത്ത് ഉറക്കത്തെ എടുത്ത് കളയുക. ഇത് കഴിഞ്ഞാൽ നമുക്ക് ബ്രഷ് ചെയ്യലാണ് സുന്നത്ത്. നമുക്ക് ബ്രഷ് ചെയ്യണം. ബ്രഷ് ചെയ്യുമ്പോൾ ആ സുന്നത്തിൻ്റെ പ്രതിഫലത്തെ നമ്മൾ ആഗ്രഹിക്കണം. അപ്പോൾ അങ്ങനെ ആഗ്രഹിച്ച് ചെയ്താൽ കിട്ടുന്ന നേട്ടങ്ങളാണ്
ഈ മഹത്വങ്ങൾ അറിയുമ്പോഴാണല്ലോ ഒരു അമല് ചെയ്യാനുള്ള ആവേശം നമുക്ക് കൂടുന്നത്. അപ്പം നമുക്ക് ഇന്ന് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ ബ്രഷ് ചെയ്ത്, അതായത് പല്ല് തേച്ചുകൊണ്ട് നിസ്കരിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ നേട്ടം 27 ഇരട്ടി പ്രതിഫലമാണ് നമുക്ക് കിട്ടുന്നത്. ഒരു മനുഷ്യൻ പല്ല് തേക്കുമ്പോൾ കിട്ടുന്നത്. രണ്ടാമത് നമുക്ക് മനസ്സിലാക്കേണ്ട ആത്മീയമായ നേട്ടം എന്ന് പറഞ്ഞാൽ, ആത്മീയമായ നേട്ടം പറഞ്ഞിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ഭൗതികമായ നേട്ടത്തിലേക്ക് കിടക്കാം. മലക്കുകൾ ഹസ്തദാനം ചെയ്യും. അള്ളാഹുവിൻ്റെ മുഖറബീങ്ങളായ മലക്കുകൾ നമ്മളെ അടുത്ത് വരണമെങ്കിലും നമ്മുമായി അവരുടെ ആത്മീയ ബന്ധം ഉണ്ടാവണമെങ്കിലും ഈ വ്യക്തി എപ്പോഴും പല്ല് തേക്കുന്ന വ്യക്തിയായിരിക്കണം. ഇനി മൂന്നാമതായിട്ട് കിട്ടുന്നത് എന്താണ്? അവൻ്റെ മുഖത്ത് ഈമാനികമായ ഒരു പ്രകാശം കാണും. പല്ലെപ്പോഴും തേക്കുന്ന ഒരു വ്യക്തിക്ക്, പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ കരുതിക്കൊണ്ട് പല്ല് തേക്കുന്ന വ്യക്തിക്ക് ഈമാനികമായ ഒരു ആവേശം, ഒരു പ്രകാശം എന്ത് കാണും? ആ വ്യക്തിയുടെ മുഖത്ത് കാണും. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, മരണവേദന എളുപ്പമാക്കും. ഏത് മനുഷ്യനും മരണവേദന വളരെ കഠിനമായിരിക്കും. പക്ഷേ പല്ല് തേക്കൽ സുന്നത്തിനെ മുറുകെ പിടിച്ച വ്യക്തിക്ക് മരണവേദന എളുപ്പമാക്കും. ഇനി മരണസമയത്ത് ഇതിനൊക്കെ ഉപരി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ മറവി എന്ന് പറയുന്നത്. ഈ മറവി മാറുന്നു. മറവി കുറയണോ? എപ്പോഴും ഈ വ്യക്തി പല്ല് തേക്കുന്ന വ്യക്തി ആയിരിക്കണം. ഈ വ്യക്തിക്ക് എന്താവും? മറവി കുറവായിരിക്കും. അപ്പം ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും എന്തുണ്ട്? പല്ല് തേക്കണമെന്ന്. അപ്പം നമ്മൾ ഈ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ നേട്ടം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് മരണസമയത്ത് ഷഹാദത്തെ കലിമ ഓർക്കണം. ഷഹാദത്തെ കലിമ ഓർക്കാൻ ഏറ്റവും നല്ലൊരു മാർഗമാണ് പല്ല് തേക്കലിനെ മുറുകെ പിടിക്കുക. റാഹത്തായ മരണമാണ് നമുക്ക് കിട്ടുന്നത്. സന്തോഷത്തോടെയുള്ള ഒരു മരണം കിട്ടണോ? ആ വ്യക്തി എപ്പോഴും പല്ല് വൃത്തിയാക്കണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കെ, പല്ല് തേക്കുന്നതിനെ കുറിച്ചുള്ള മഹത്വം എത്രയാണ്. ഇനി ഇതിലൊക്കെ ഉപരി നമ്മുടെ ഖബറിൽ വിശാലത കിട്ടും ഈ വ്യക്തിക്ക്. ഇതൊക്കെ ആത്മീയമായിട്ട് പറഞ്ഞാണെങ്കിൽ ഇനി നമുക്ക് ഭൗതികമായിട്ട് കുറേ നേട്ടങ്ങളുണ്ട്. തഴവസ്ഥാന്ന് പറഞ്ഞ ഒന്നാമത്തെ നേട്ടം എന്താണ്? കഫക്കെട്ടു നീങ്ങാൻ എപ്പോഴും അത് നല്ലതാ, അതുപോലെ കണ്ണിന് കാഴ്ചയും കൂട്ടുന്നതാ. കഫക്കെട്ടു നീങ്ങാൻ എപ്പോഴും അത് നല്ലതാ, അതുപോലെ കണ്ണിന് കാഴ്ചയും കൂട്ടുന്നതാ. മനുഷ്യന്മാർക്ക് എപ്പോഴും ഉണ്ടാകുന്ന അസ്വസ്ഥമാക്കുന്ന ഒരു അസുഖമാണ് കഫക്കെട്ട് എന്ന് പറയുന്നത്. ഈ കഫക്കെട്ട് എപ്പോഴും നീങ്ങാൻ ഈ പല്ല് തേപ്പ് കൊണ്ട് നമുക്ക് പരിഹാരം കണ്ടെത്താം. രണ്ടാമത് മനുഷ്യന്റെ കാഴ്ചയാണ്. വലിയൊരു അനുഗ്രഹമാണ് അല്ലാഹു തആല നൽകിയിരിക്കുന്നത്. ഈ കാഴ്ചയുടെ പവർ കൂടണോ? ഈ വ്യക്തി പല്ല് തേക്കുന്നതിന് മുറുകെ പിടിക്കുക. അടുത്ത പുസ്തകം പറയുന്നത് എന്തുണ്ട്? വളയാതെ മുതുകും നീണ്ടു തന്നിരിക്കുന്നതാ, അതിവേഗമിൽ നരയും വരാതിരിക്കുന്നതാ. ഈ മുതുക് വളയുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ വാർദ്ധക്യത്തിലൊക്കെ എന്താവും? ചില വ്യക്തികളുടെ മുതുകൊക്കെ വളഞ്ഞ് പെട്ടെന്ന് പോകും. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമാണ് ഈ പല്ല് തേക്കൽ എന്നാണ് തഴവസ്ഥ നമ്മളെ പഠിപ്പിക്കുന്നത്. അതേപോലെ ഏത് മനുഷ്യനും ഭാവിയിൽ, അതായത് വാർദ്ധക്യം കൊണ്ട് നര വരും. പക്ഷെ ഈ നര വരുന്നതിനെ, പെട്ടെന്ന് വരുന്നതിനെ വേഗമിൽ നരയും വരാതിരിക്കുന്നതാ. നര വരും, പക്ഷെ പെട്ടെന്ന് നരച്ച് ഒരു വൃദ്ധനെ പോലെ ആവുന്ന ഒരവസ്ഥയിൽ നിന്നും ഈ പല്ല് തേക്കുന്നത് കൊണ്ട് നമുക്ക് സംരക്ഷണം നൽകുമെന്നാണ് ഉസ്താദ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി അടുത്തത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ബുദ്ധിക്ക് നല്ല വളർച്ചയും നൽകുന്നതാ, ഇത് ഭക്ഷണം ദഹിപ്പിക്കുവാനുതകുന്നതാ. ബുദ്ധിക്ക് നല്ല വളർച്ച ഉണ്ടാവും. മറന്നു. പല്ല് തേക്കുന്ന കുട്ടി എപ്പോഴും ഏത് കാര്യത്തിലും ബുദ്ധിപരമായിട്ട് മുന്നിലായിരിക്കും. ഇതുപോലെ നമുക്ക് വലിയൊരു പ്രശ്നമാണ് ഭക്ഷണം ദഹിപ്പിക്കുക എന്ന് പറയുന്നത്. ഭക്ഷണം ദഹിപ്പിക്കേണ്ട പരിപാടി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന വലിയൊരു പ്രവർത്തനം, അള്ളാഹു ചെയ്ത വലിയൊരു അനുഗ്രഹമാണ്. ഈ അനുഗ്രഹം ഈ പല്ല് തേക്കൽ കൊണ്ട് ഈ ദഹനശക്തി കൂടുന്നു. പിന്നെ പല്ലിൻ്റെ വേദന നീങ്ങുവാനും നല്ലതാ, സംസാരമെല്ലാം വ്യക്തമായി തിരിയുന്നതാ. നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് നാവിന് കെട്ടുവരും. അപ്പോൾ ആ കെട്ട് വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും പറയാനൊക്കുന്നില്ല. അഥവാ പറഞ്ഞാൽ തന്നെയും വ്യക്തതയല്ല, അവ്യക്തമായിട്ടാണ് പറയുന്നത്, ഒന്നും മനസ്സിലാവുന്നില്ല. നമ്മൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ജനങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഉൾക്കൊള്ളാൻ ഒക്കുന്നില്ല. പല്ലിൻ്റെ വേദന നീങ്ങുവാനും നല്ലതാ, സംസാരമെല്ലാം വ്യക്തമായി തിരിയുന്നതാ. ഇനി അതുമാത്രമല്ലത് കുഷ്ഠരോഗം കാക്കുമേ, കുടലെപ്പോഴും ഇത് കൊണ്ട് ശുദ്ധി ലഭിക്കുമേ. കുഷ്ഠരോഗം പോലെയുള്ള മഹാമാരികൾ വളരെ
മാരകമായ രോഗങ്ങളെ തൊട്ട്, കുഷ്ഠരോഗം എന്ന് പറഞ്ഞതേ ഉള്ളൂ, അതുപോലെ ബന്ധപ്പെട്ട വലിയ വലിയ രോഗങ്ങളുണ്ട്. ആന്തരികമായി പിടിപെടുത്ത ക്യാൻസർ, മറ്റുള്ള രോഗങ്ങളൊക്കെ ഈ പല്ല് തേക്കുന്ന വ്യക്തിക്ക് അല്ലാഹു തആല സംരക്ഷണം നൽകും. നമ്മുടെ അതുമാത്രമല്ലിത് കുഷ്ഠരോഗം കാക്കുമേ, കുടലെപ്പോഴും ഇതുകൊണ്ടു ശുദ്ധി ലഭിക്കുമേ. ആരോഗ്യശാസ്ത്രം പറയുന്നതാണ്, കുടൽ നന്നായാൽ ഉടൽ നന്നായി. ഈ മനുഷ്യന്റെ കുടലാണ് ഒരു മനുഷ്യന്റെ ആരോഗ്യത്തെ നിർണ്ണയിക്കുന്നത്. കുടലിന് എത്ര പവറുണ്ട് അതനുസരിച്ച് ആരോഗ്യത്തിനും അല്ലാഹു തആല പവർ കൊടുക്കും. മിസ്വാക്ക് ചെയ്ത് നമസ്കരിക്കൽ വേണ്ടതാ, 27 ഫലം അതിനുള്ളതാ. നമ്മൾ നേരത്തെ പറഞ്ഞത്, വുളൂ ചെയ്ത് നിസ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് അതിനോടൊപ്പം തന്നെ പല്ലും കൂടെ തേക്കുകയാണെങ്കിൽ 27 ഇരട്ടി പ്രതിഫലം കിട്ടുമെന്നും, അംലാക്ക് കണ്ടാൽ ഹസ്തദാനം ചെയ്യുമേ, മുഖവും പ്രസന്നതയാ ശരിക്കു തിളങ്ങുമേ, മൗത്തിന്റെ വേദന ലളിതമായി തീരുന്നതാ, സമയം ഷഹാദത്തോർക്കുവാനുതകുന്നതാ, ഖബറിൽ വിശാലതയും ലഭിക്കാൻ നല്ലതാ, സന്തോഷമായി മരിക്കുന്നതിനുതകുന്നതാ. അപ്പൊ റാഹത്തായ മരണവും നമുക്ക് കിട്ടും. അപ്പം ഏറ്റവും പരിശുദ്ധമായി സുന്നത്തിനെ മുറുകെ പിടിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മിസ്വാക്കിനെ മുറുകെ പിടിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഇരുലോകത്തും അല്ലാഹു തആല നമ്മുടെ വിജയികളുടെ കൂടെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളിലുള്ള അറിവുകളെ ഓർമ്മപ്പെടുത്തുന്ന ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വീഡിയോകൾ ഇനിയും ഇതേപോലെ വിജ്ഞാനപ്രദമായ വീഡിയോകൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകുമാറാകട്ടെ. നമ്മൾ ഈ പറഞ്ഞതും കേട്ടതെല്ലാം അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലായി സ്വീകരിക്കുമാറാകട്ടെ. നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹു തആല വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.